ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു പുരുഷൻ്റെ വ്യത്യസ്തമായ ലൈംഗിക അനുഭവത്തെക്കുറിച്ചാണ്. തന്നെയല്ല, സാഹചര്യം നമ്മുടെ വികാര വിചാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന് നല്ലൊരു ഉദാഹരണമാണിത്. അപ്പോൾ ഈ വികാരം കൊള്ളുന്നതിനകത്ത് ഓരോരുത്തരും വ്യത്യസ്തരാണ്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരത്തില്ല. ചിലർക്ക് ദേഷ്യം വന്നാലും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ചിലർക്ക് ചില സാഹചര്യത്തിൽ വല്ലാതെ പൊട്ടിത്തെറിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അറിയാം, നമ്മുടെ വികാര വിചാരങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാകണം എല്ലാവരുടെയൊന്നും ഇല്ല. അപ്പം ഞാനീ പറഞ്ഞ പുരുഷനെ സംബന്ധിച്ച് മധ്യവയസ്സാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയത്തില്ലയോ, നല്ല ഹെൽത്തി ബോഡി എന്ന് പറയത്തില്ലയോ, ആ രീതി. പുള്ളിക്കാരൻ്റെ മകൻ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി. മകനങ്ങ് വിദേശത്താണ്. മരുമോളും ഭാര്യയും കൂടാണ് ഒരു വീട്ടിലാണ് താമസം. ഒരു 3-4 വർഷം മുമ്പ് വരെയൊക്കെ അത്യാവശ്യം കോഴിത്തരങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു കേട്ടോ. അത്ര പ്യുവർ ആളാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പം നല്ല ഡീസൻ്റാണ് കേട്ടോ. നേരത്തെയൊക്കെ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്ക് പുള്ളിക്കാരൻ്റെ നല്ല സംശയമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അമ്മായിയപ്പനും മരുമകളെ പറ്റി പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം അവരുടെ സെക്സി ലുക്ക് തന്നെയാണ്. വളരെ സെക്സി ആയിട്ടുള്ള ഹോട്ട് ലുക്കാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നോക്കിക്കാണുന്നത് 3 രീതിയിലായിരിക്കും. ഒന്ന്, ശാലീനമായ സൗന്ദര്യമാണ് ഫീൽ ചെയ്യുന്നത്. മറ്റൊന്ന്, വളരെ സെക്സി ആയിട്ടുള്ള ഒരു ലുക്ക്. മറ്റൊന്ന്, പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നാത്ത സാധാരണ ലുക്ക്. ആ രീതി. അങ്ങനെ 3 കാറ്റഗറിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള സ്ത്രീ സങ്കല്പമാണ്. പക്ഷേ ഞാനീ പറയുന്നതെല്ലാം ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ. പുറമേ ഒരു മകളെ പോലെ, മകൻ്റെ ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറേണ്ടത് ആ രീതി തന്നെയാണ് പെരുമാറുന്നത്. അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോൾ ധരിക്കുന്ന ഈ വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഹോട്ടായിട്ടാണ് പുള്ളിക്കാരനെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ മരുമകളെ സംബന്ധിച്ചൊരു ബോൾഡ് നേച്ചറാണ്. ചില കാര്യത്തിനൊക്കെ നല്ല സ്മാർട്ടാണ്. അതുപോലെ തന്നെ വളരെ പക്വതയോടെ സംസാരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നങ്ങ് പറയും. അതുപോലെ ഈ അമ്മായിയപ്പൻ ഡ്രിങ്ക്സ് കഴിക്കുന്ന ദിവസം വൈകിട്ട് ചില ദിവസങ്ങളിൽ പിന്നെ മിണ്ടത്തൊന്നുമില്ല അന്നത്തെ ദിവസം. എന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരമൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവയവങ്ങളുടെ വലിപ്പം പലർക്കും പല രീതിയാണല്ലോ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരികളുടെ. അപ്പോൾ അതനുസരിച്ചുള്ള വസ്ത്രധാരണമായിരിക്കണമല്ലോ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു അവയവത്തെ നമ്മുടെ വസ്ത്രത്തിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം, എന്നാൽ അത് മറച്ചു വെക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ അതിൻ്റെ യഥാർത്ഥ വലിപ്പം മറച്ചു വെക്കുകയും ചെയ്യാം. നല്ല ഷേപ്പും വലിപ്പവുമുള്ള അസാധാരണമായ മാർഗവും അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രധാരണവുമാണ് പുള്ളിയെ അസ്വസ്ഥമാക്കുന്നത്. എന്നുവെച്ചാൽ ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത്. അപ്പം ഞാനിത് പറയുമ്പം നിങ്ങൾ ആ സാഹചര്യം ഒന്ന് ഇമാജിൻ ചെയ്യണം. അപ്പം മിക്കവാറും ദിവസം ഈ വീട്ടിൽ അവർ മിഡിയും ടോപ്പും ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് എന്തൊക്കെയാണെങ്കിലും പുള്ളിക്ക് മകളെന്നുള്ള രീതിയിലുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെ ഏകദേശം ആ സാഹചര്യത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 3 മാസം മുമ്പ് ഈ മരുമോൾ അവരുടെ വീട്ടിൽ പോയി ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അതിന് ശേഷം മുതലാണെന്നാണ് പുള്ളി പറയുന്നത്, ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ പെരുമാറ്റത്തിനകത്തും പുള്ളിക്കാരനോടുള്ള സംസാരത്തിനകത്ത്, പെരുമാറ്റത്തിനകത്ത്, നോട്ടത്തിനകത്ത്, ചില സമയത്ത് സംസാരത്തിനകത്തൊക്കെ ഒരു പ്രത്യേകത പുള്ളിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ പുരുഷന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പം അതിനോട് റെസ്പോൺസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവരറിയാതെ കാണിക്കും. അതിനകത്ത് തന്നെ പോസിറ്റീവായിട്ട് പെരുമാറുന്നവരുമുണ്ട്, നെഗറ്റീവായിട്ട് പെരുമാറുന്നവരുമുണ്ട്. തന്നെയല്ല, അവരോട് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ആറ്റിറ്റ്യൂഡിലാണ് ഒരു സ്ത്രീ പെരുമാറുന്നതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. മിക്കവാറും പുരുഷന്മാർക്കെല്ലാം അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, ഒരു ദിവസം വൈകുന്നേരം വീട്ടിലോട്ട് വന്നപ്പം അവിടെ ഒന്നും ആരെയും കണ്ടില്ല. അങ്ങനെ പുള്ളിക്കാരുടെ മുറിക്കകത്തോട്ട് നോക്കിയപ്പം ഡോറ് തുറന്ന് കിടക്കുകയാണ്. അപ്പം എന്തോ മൊബൈൽ നോക്കിക്കൊണ്ട് കട്ടിലിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. അപ്പോൾ ഈ ആളെ കണ്ടപ്പം കട്ടിലേൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു പ്രത്യേക രീതിയിലാണ്. മിടിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പാൻറ്റീസ് കാണിച്ചുകൊണ്ട് കട്ടിലേൽ നിന്ന് എഴുന്നേൽക്കുന്ന രീതിയുണ്ടല്ലോ, അത്.
എന്ന് വെച്ചാൽ മനഃപൂർവ്വം കാണിക്കുന്ന രീതിയിലുള്ളൊരു എഴുന്നേൽപ്പുണ്ടല്ലോ, അതായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. അതുപോലെ പല സാഹചര്യത്തിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പല സാഹചര്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു തരം അശ്രദ്ധയുണ്ടല്ലോ അത്. അതുപോലെ ആരും കാണാത്തപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മുഖഭാവം കാണിക്കുക, സംസാരത്തിനകത്ത് മാറ്റം വരുത്തുക, അതുപോലെ ചില രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ആരോടും പറയരുതെന്ന് പറയുന്നു. മൊത്തത്തിൽ എന്തോ ഒരു പ്രകടമായ മാറ്റം. അങ്ങനെ ഇരിക്കെ ഈ കൊച്ചിന് ഒരു ജോലി സംബന്ധമായിട്ട് ഇൻ്റർവ്യൂവിന് പോകേണ്ട ഒരു കാര്യം വന്നു. കുറച്ച് ദൂരെയാണ്. സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ അമ്മായിയമ്മയാണ് കൂടെ പോകുന്നത്. പക്ഷേ ഇത് ഇച്ചിരി ദൂരെ കൂടുതലായതുകൊണ്ട് ഈ അമ്മായിയപ്പനുമായിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ അമ്മായിയപ്പനും മരുമോളും കൂടി ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അവരടുത്തുള്ള ഒരു ലോഡ്ജിൽ പോയി റൂം എടുത്തപ്പം 2 റൂമായിട്ടാണ് എടുത്തത്. ഓരോരുത്തർക്കും ഓരോ മുറി എന്ന രീതിയിൽ. അപ്പോൾ എത്ര മകളെപ്പോലാണെന്ന് പറഞ്ഞാലും ഒരു പുരുഷനും സ്ത്രീയുമായി മാറുന്ന സാഹചര്യം ഇവിടെയൊക്കെയാണ്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് 2 റൂമിൽ കിടന്നു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ഒരു ഫോൺ, മരുമോടെ ഒരു ഫോൺ അടുത്ത റൂമിലെ അമ്മായിയപ്പന്. ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തോ ഒരു പേടി പോലെ തോന്നുന്നു പറഞ്ഞാൽ വിളിച്ചത്. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ മരുമോൾ ഉറങ്ങാതിരിപ്പുണ്ട്. പക്ഷേ മുഖഭാവം കണ്ടിട്ട് എന്തോ ഒരു പിണക്കം പോലെ. എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടില്ലയോ 2 റൂം എടുത്തത്, അതിൻ്റെ ആവശ്യമുണ്ടോ, നമുക്കൊരു റൂം പോരായിരുന്നോ എന്നുള്ള രീതിയിലുള്ള പരിഭവം. അതിനുശേഷം പുള്ളിക്കാരന് വിശ്വാസം വരാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി അങ്ങ് പറയുവാണ്. മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ, അതുപോലെ ഒളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒളിക്കാൻ എനിക്കറിയാം. നമ്മളിപ്പോൾ ഒരു റൂമിൽ കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാനങ്ങനെ വീട്ടിൽ ചെന്നങ്ങനെ പറയത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ആരോടും പറയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം. അതുപോലെ അച്ഛനെ പറ്റിയാണെങ്കിലും പല കാര്യങ്ങളും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനം 2ഉം കൽപ്പിച്ച് ആ റൂമിൽ തന്നെ കിടക്കാൻ പുള്ളിക്കാരൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഈ സ്നേഹമുള്ള പങ്കാളികൾ പെരുമാറുന്ന രീതിയുണ്ടല്ലോ, ആ രീതിയിലാണ് പുള്ളിക്കാരി പിന്നെ പെരുമാറുന്നത്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു സാഹചര്യം വളരെ നിർണായകമാണ്. എന്ന് വെച്ചാൽ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പുള്ളിയുടെ സദാചാരബോധം, പക്വത, ആ ഒരു സംസ്കാരം, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് പൗരുഷം എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആക്ഷൻ എടുക്കാതിരുന്നാൽ അത് നാണക്കേടായി പോത്തില്ലയോ എന്നുള്ള ചിന്ത. പ്രത്യേകിച്ച് ഒരു സ്ത്രീ തന്നെ മുൻകൈയെടുത്ത് അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുമ്പം യഥാർത്ഥത്തിൽ ലൈംഗികത ആവശ്യമുള്ളവരെ സംബന്ധിച്ച് അത് കിട്ടുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ ടെൻഷൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മരുമോൾ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു, ഇതിലെയും ഭേദം അച്ഛൻ 2 അടിച്ചിട്ട് വരുന്നതായിരുന്നെന്ന്. മിക്കവാറും ഈ അടിച്ചിട്ട് വരുന്ന ദിവസങ്ങളൊക്കെ എന്നെ ചില പ്രത്യേക നോട്ടങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ കാണാറുണ്ടെന്ന്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തോ പറയണമെന്നറിയത്തില്ല. അപ്പോൾ ഈ സമയത്തുള്ള ഒരു പുരുഷൻ്റെ ടെൻഷൻ മാറ്റിയെടുക്കാൻ ഒരു സ്ത്രീക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നുവെച്ചാൽ വാക്കുകൾ കൊണ്ട് നമുക്കൊരാൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും, അതുപോലെ ഭയം മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഉൾമനസ്സ് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ കൊതിച്ചിരുന്ന, അല്ലെങ്കിൽ ഭയന്നിരുന്ന പല കാര്യങ്ങളും അന്ന് അവിടെ സംഭവിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് ഇവരുടെ 2 പേരുടെയും മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട അവരുടെ 2 പേരുടെയും പാറ്റേൺ ഓഫ് വൈബ്രേഷൻ കറക്റ്റായിട്ട് വന്നു. നമ്മുടെ മനസ്സിൻ്റെ ശക്തമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഉപബോധ മനസ്സിനൊരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ ചെയ്യുന്ന സമയത്തുള്ള മരുമകളുടെ റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് ഇദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നത്. ഒത്തിരിയും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന പോലെ. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പം മരുമോളെ സംബന്ധിച്ച് നേരത്തെ എങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും പെരുമാറുന്നു. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ച് എന്തോ ഒരു കുറ്റബോധം പോലെ ഫീൽ ചെയ്യുന്നു, ഒരു സുഖകരമല്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ പുള്ളിക്കാരൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മാച്യൂരിറ്റിയുടെ ഭാഗമായിട്ട് മനസ്സ് കണ്ടെത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം ഈ ടെൻഷൻ. ഒരുപക്ഷെ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു റെമഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുൻകരുതലായിരിക്കാം ഈ കുറ്റബോധം. അപ്പോൾ എത്രയൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലും ചില സാഹചര്യങ്ങൾ ആക്സിഡൻ്റലായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാം.
അപ്പോൾ എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.